ഹായ് ഗൈസ്, വെൽക്കം ടു കേരള ഫുഡ് സീരീസ് നമ്പർ 9. ഇന്ന് ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡ്, അത് തന്നെ എല്ലും കപ്പയും. കാലനോട് ചോദിച്ചു പോത്തിന്റെ വാരിയെല്ലും കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ എല്ലിലോട്ട് ചതച്ച ഇഞ്ചി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി, പൊടിപ്പൊടിയായിട്ട് സ്വല്പം വെള്ളമായിട്ട് കുക്കറിലാക്കി അടുപ്പിക്കറ്റാം. കുക്കറിൽ നിന്ന് കൂവി കൂവി പ്രാന്താകണം. എല്ലായോണ്ട് ചപ്പിളി ചളിപ്പിളി ആകുമെന്ന് പേടിക്കണ്ട. വേവട്ടെ, അവിടെ നിന്ന് വെന്തുരുവട്ടെ. എല്ല് വെന്ത് കഴിഞ്ഞാൽ ഇനി വഴട്ടൽ മാമാങ്കമാണ്. ചീനച്ചട്ടി ചൂടായി കടുവറുത്ത് ഇഞ്ചി വെളുത്തുള്ളി വഴട്ടിയതിനു ശേഷം ചുമന്നുള്ളി, സവാള, പച്ചമുളക്, തക്കാളി എന്നിവ പൊന്നെ പോലെ വഴട്ടിയിടണം. വാട്ട് നെക്സ്റ്റ്? പൊടിയിടല് തന്നെ. എഗെയിൻ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി ഇട്ട് വഴട്ടിയതിനു ശേഷം കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന എല്ല് തട്ടണം. അതിനുശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന മരിച്ചിനിയും തട്ടണം. എല്ലിന്റെ മജ്ജയും മാംസവും ചീനിയോട് ലയിക്കുന്നത് വരെ നിങ്ങൾ ഇളക്കണം. ലയനം കഴിഞ്ഞ അടുപ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അടുത്തത് ഡെക്കറേഷൻ. കുനുകുന അരിഞ്ഞ സവാളയും മല്ലിയിലയും കൂടെ വാരി വിതറി അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്ത സാമഗ്രികൾ ഇളക്കി ഒന്ന് തിന്നോക്കെ. എന്റെ പൊന്നാ, നാത്തുവിന്റെ ഉണ്ടക്കണ്ണ് വീണ്ടും തള്ളി. ഒന്നിനും അങ്ങനെ അടിയറവ് പറയാത്ത മാതാവ് കേറി ഇറങ്ങി തിന്നു. തീറ്റി കണ്ട അറിയില്ലേ, പൊളിയായിരുന്നു. അത് ബൈ ബൈ.